ഏറെ സന്തോഷം തരുന്ന മുഖങ്ങളുടെ മുൻപിൽ അത്ര പഴയതല്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ്, രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത്. പലർക്കും രാഷ്ട്രീയം എന്ന് പറയുമ്പം അത്ര രുചികരമായിട്ടുള്ള ഒരു ഭാഷയോ അല്ലെങ്കിൽ വസ്തുവോ ആയിട്ട് തോന്നാറില്ല. അതെനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം നേലിച്ചതായിട്ട് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ രാഷ്ട്രീയത്തിനെയും ജീവിതത്തിനെയും രണ്ടായിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു രീതി നമ്മൾ പിൻപറ്റുന്നുണ്ട്. യഥാർത്ഥത്തിൽ വാട്ട് ഈസ് പൊളിറ്റിക്സ് എന്ന് ചോദിക്കുമ്പം പൊളിറ്റിക്സ് ഇസ് ഈക്വൽ ടു യുവർ ലൈഫ് എന്നുള്ള രൂപത്തിൽ കാണാൻ ശ്രമിക്കാത്തത് കൊണ്ടുള്ള പ്രയാസമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പം നമ്മളുടെ മുഖത്തുണ്ടാകുന്ന ആ വിരക്തിക്ക് കാരണം. ഒരു കോട്ടുണ്ട്, വെരി ഫേമസ് കോട്ടാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും അത്. ഇഫ് യു ഡോണ്ട് ഇന്റർഫിയർ ഇൻ പൊളിറ്റിക്സ്, ദ പൊളിറ്റിക്സ് വിൽ ഡെഫിനറ്റ്ലി ഇന്റർഫിയർ ഇൻ യുവർ ലൈഫ് എന്നുള്ളൊരു കോട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ല എങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പം നോക്കൂ, ഇന്നലെ ഇന്ത്യയിൽ ഒരു ബജറ്റ് ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. എത്ര പേര് ഇന്നലെ ഉണ്ടായിട്ടുള്ള ബജറ്റ് ഡിസ്കഷനെ കുറിച്ച് കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്? എത്ര പേര് പേപ്പർ മറിച്ചു നോക്കിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ നമ്മളുടെ ജീവിതത്തിൽ വന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്? നമ്മൾ രാവിലെ എണീറ്റ് കയ്യിലെടുക്കുന്ന ടൂത്ത് ബ്രഷ് മുതൽ ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൈക്ക് സിസ്റ്റത്തിൽ വരെ എത്ര ടാക്സ് അവർ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൈപ്പറ്റുന്ന ശമ്പളത്തിൽ നിന്ന് എത്ര നികുതി പണം സർക്കാർ എടുക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ അറിയുന്നില്ല, നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെട്ടിട്ടില്ല എങ്കിലും അത് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മളുടെ പിറകെയായിട്ട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു രീതി നമ്മൾ ജീവിതത്തിനെ അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടിനെ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ള ആദ്യത്തെ മെസ്സേജ്. പിന്നെ ഇവിടെ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, അത് കലാലയങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ അനുഭവങ്ങളെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? ആളുകളെ അടിച്ച് സൈഡാക്കിയിടുകയാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ക്രൂരമായിട്ട് ആക്രമിക്കാൻ പറ്റുമോ അങ്ങനെ ആക്രമിച്ച് അവനെ ഇല്ലാതാക്കുക, കെട്ടിത്തൂക്കുക, അല്ലെങ്കിൽ കൊന്നു തള്ളുക. ഈ രൂപത്തിലുള്ള ഒരു അക്രമവാസന ക്യാമ്പസുകളിലാകെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടർ? അങ്ങനെ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരെ അവരുടെ രാഷ്ട്രീയത്തിന് എന്തിനാണ് നമ്മൾ പിൻപറ്റുന്നത്? നമ്മളുടെ രീതി അതാണോ? നമ്മളുടെ വിശ്വാസം അതാണോ നമ്മളോട് പറയുന്നത്? ഈ ഒരു ആദർശം തന്നെ വളർന്നു വന്നത് ഒരിക്കലും അക്രമത്തിലൂടെയല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പടിപടിയായിട്ട് ആശയങ്ങളിലൂടെ നിങ്ങൾക്ക് വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. വാക്കുകൾ വറ്റുന്നിടത്താണ്, നിങ്ങളുടെ വാക്കുകൾ മുറിയുന്നിടത്താണ് യഥാർത്ഥത്തിൽ അക്രമങ്ങൾ പെരുകുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇത്തരത്തിൽ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയത്തിനോട് ഞങ്ങളില്ല, നോ, മടുപ്പാണ്, ഞങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നു, ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലേക്കില്ല എന്ന് പറഞ്ഞു പോകുന്നത് മണ്ടത്തരമാണ്. അവിടെ നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക, നിങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അക്രമ രാഷ്ട്രീയങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ എന്നുള്ളത് ഉറക്കെ വിളിച്ചു പറയാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ പറ്റാത്തിടത്താണ് നമ്മൾ തോറ്റു പോകുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ തന്നെ നോക്കൂ, ലോകത്തിന് മുൻപിൽ ഏറ്റവും കൂടുതൽ നരഹത്യ നടത്തിയിട്ടുള്ള ഹിറ്റ്ലറിനെ നിങ്ങൾക്കറിയാം. ഹിറ്റ്ലർ ഒരു നരഹത്യ നടത്തിയ ഏറ്റവും ക്രൂരനായിട്ടുള്ള മനുഷ്യൻ എന്ന് നമ്മൾ പറയുമ്പം ആ നാട്ടിലെ വേറെ ഒരു പറ്റ മനുഷ്യരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ആരാണ് ആ മനുഷ്യർ? അവർ ഹിറ്റ്ലറിൻ്റെ ഭരണകാലത്ത്
നിഷ്ക്രിയമായിട്ട് മിണ്ടാതിരുന്ന് ആ ഭരണത്തിനൊക്കെ കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ഇതിനെതിരായിട്ടുമില്ല, ഇതിനനുകൂലമായിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവരും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹിറ്റ്ലറിൻ്റെ നയത്തിന് കൂട്ടുനിന്ന ആളുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മിണ്ടാതിരിക്കൽ ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ വാക്കുകളാണ് യഥാർത്ഥത്തിൽ പുതിയ കാലത്തെ രാഷ്ട്രീയത്തിനെ ചലിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ, അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ആരാണ്? ചിലർ എഴുതി വെക്കുന്നുണ്ട് അവരുടെ കൊടികളിൽ, ഞങ്ങൾ ജനാധിപത്യവാദികളാണ്, ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആളുകളാണ് എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ നടത്തുന്ന അവരുടെ ഇടപെടലുകൾ ഏത് രൂപത്തിലുള്ളതാണ് എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ നമ്മളെല്ലാവരും ഒന്ന് തല താഴ്ത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തികളാണ് അവരിൽ നിന്ന് നമ്മൾക്ക് കാണുന്നത്. അത് ഫാസിസ്റ്റുകളാണെങ്കിലും സ്റ്റാലിനിസ്റ്റുകളാണെങ്കിലും അക്രമ രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ ക്യാമ്പസിൽ ഇടമില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കയ്യിലെടുക്കേണ്ടത്. അതാണ് നമ്മളുടെ രാഷ്ട്രീയം, നമ്മളെ മുന്നോട്ട് നയിക്കേണ്ട രാഷ്ട്രീയം അതാണ്. പിന്നെ മുൻപൊക്കെയുള്ള പോലെയല്ല ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാട്, ഒരുപാട് മാറിക്കഴിഞ്ഞു. പണ്ടൊക്കെ നമുക്ക് ഇടപെടണമെങ്കിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. നമുക്ക് ആളുകളോട് സംസാരിക്കണമെങ്കിൽ, നമ്മളുടെ നിലപാട് വ്യക്തമാക്കണമെങ്കിൽ, നമ്മൾക്ക് നേരെ വരുന്ന എതിർപ്പുകളെ അല്ലെങ്കിൽ നമ്മൾക്ക് വരുന്ന ഇത്തരത്തിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേഷനെയൊക്കെ കുറിച്ച് നമുക്ക് പറയുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ എവിടെയാണെങ്കിലും, അത് AC റൂമിലാണെങ്കിലും പുറത്താണെങ്കിലും ക്ലാസ് റൂമിനകത്താണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും, നിങ്ങൾക്കുണ്ടാകുന്ന കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ മാത്രം പുതിയ കാലത്തെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ വിരൽത്തുമ്പിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച്, ആധുനിക കാലത്തെ പുതിയ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോകത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ടെക്നോളജിക്കൽ പ്രോഗ്രസ് പുതിയ കാലത്തുണ്ട്. അതുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അങ്ങനെ സംസാരിക്കുമ്പം നമ്മളുടെ മൂല്യങ്ങളെ, നമ്മൾ ഓരോരുത്തരിലുമുള്ള വിശ്വാസങ്ങളെ, ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ പറ്റണം. അതുകൊണ്ട് അക്രമ രാഷ്ട്രീയവും അരാഷ്ട്രീയവാദവും ഒക്കെ നിരന്തരം അതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ കാലത്ത് നിന്നും അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ നിലപാടുകൾ പറയുക, നിങ്ങളുടെ രാഷ്ട്രീയം പറയുക. എങ്ങനെ നമുക്ക് ഈ അരാഷ്ട്രീയവാദത്തിനെയും അക്രമ രാഷ്ട്രീയത്തിനെയും അവസാനിപ്പിക്കാമെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. ആ മറുപടി ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് വെക്കുകയാണ്. നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങളുടെ കയ്യിലുള്ള രാഷ്ട്രീയം ചങ്കൂറ്റത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ ഈ നാട്ടിലുള്ള അക്രമ രാഷ്ട്രീയത്തിനെയും അരാഷ്ട്രീയവാദത്തിനെയും നമ്മൾക്ക് തോൽപ്പിക്കാൻ പറ്റും എന്ന് മാത്രം ഇവിടെ പറഞ്ഞു വെക്കുന്നു.